ലോക ടൂറിസം മാപ്പിൽ ദൈവത്തിന്റെ സ്വന്തം നാടായി കേരളം തിരിച്ചറിയപ്പെടുമ്പോഴും കേരള ടൂറിസം മൂന്നാറിലും വയനാട്ടിലും ആലപ്പുഴയിലും ഒതുങ്ങാറാണ് പതിവ്. മനോഹരമായ ഒട്ടനവധി കടലോരങ്ങളാൽ സമൃദ്ധമാണെങ്കിലും കേരളത്തിന്റെ ബീച്ച് ടൂറിസം പലപ്പോഴും കോവളവും ഫോർട്ട് കൊച്ചിയുമായി അവസാനിക്കുന്നു. കടലോരങ്ങളുടെ അനന്തമായ സാധ്യത മനസ്സിലാക്കാതെ ഗാനമേളയും തെരുവു സർക്കസും നടത്താനുള്ള ഇടം മാത്രമായി ബീച്ചുകൾ മാറി. ഒരു ബീച്ച് ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന സാധ്യതയിൽ നിന്ന് കേരളത്തെ അത് അകറ്റി നിർത്തി. എന്നാൽ ഇന്ന് കേരളത്തിന്റെ കടലോരങ്ങൾ മാറുകയാണ്. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ബീച്ച് ടൂറിസം രംഗത്ത് ഒരു പുതിയ സാധ്യത പരീക്ഷിക്കപ്പെടുന്നു. ഗോൾഡൻ ബീച്ച് റാലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി ശശി തരൂർ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. ഈ ഇവന്റ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. How was your experience? വെരി ഗുഡ്. ആക്ച്വലി നമ്മളുടെ ഈ ബീച്ചിൽ പോകുമ്പോൾ നല്ലൊരു സ്പീഡൊക്കെ വരാൻ സാധിക്കും. അവർ കുറച്ച് സൂക്ഷിച്ച് പോയായിരിക്കും. ഒരു MLA ഒരു MP നിൽക്കണ്ടായിരുന്നല്ലോ. പക്ഷെ എന്നാലും നല്ല രസം, നല്ല കാറ്റും കൊള്ളാൻ സാധിച്ചു. ജനങ്ങൾക്കൊരു ഇൻട്രസ്റ്റ്. ഇത് വലിയ ദൂരമില്ല, പക്ഷേ ഇതിൽ സ്പീഡ് മെഷർ ചെയ്യാൻ മാഷന്മാർ പോകും. അപ്പോൾ റാലീൻ്റെ നല്ലൊരു എൻജോയ്മെൻറ്റാണ്, ഒരു സംശയമില്ല. ഇതൊക്കെ ചെയ്തിട്ട് ഇത് ഏത് ടൂറിസ്റ്റും ഒന്നും ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെ നമ്മളൊരു പഴക്കമാക്കിയാൽ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നാൽ ഇതിൻ്റെ ഫെയിം എല്ലാവർക്കും അറിയുന്നത്. ഈ സ്ഥലത്ത് വരണം, ഇങ്ങനൊരു വണ്ടികൾ ഓട്ടിക്കാനുള്ള സൗകര്യമുണ്ടെന്ന് വിചാരിച്ചാൽ ആൾക്കാർ വരും. അപ്പോൾ അത് ടൂറിസ്റ്റ് മേഖലയിൽ നല്ലൊരു കാര്യമാണ് ഈ കോമ്പറ്റീഷൻ. സോ ഗോൾഡൻ ബീച്ച് റാലിയുടെ ഓൾ ഇൻ ഓൾ ആണ്. ഓൾ ഇൻ ഓൾ ചീഫ് ഓർഗനൈസർ, ട്രാക്ക് ഡിസൈനർ, ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് എബ്രഹാം തരകൻ. സോ ഹായ്. എങ്ങനെയായിരുന്നു ഈ ഒരു കോൺസെപ്റ്റ്, ഒരു ഐഡിയ? എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ അടുത്താണ്, ജോഷി ജോയിച്ചൻ. അപ്പം പുള്ളിക്കാരനോട് നമ്മൾ ഇടയ്ക്ക് ഈ ബീച്ചിൽ വന്ന ഒരു ഫണ്ട് ഡ്രൈവിന് വരാറുണ്ട്. അങ്ങനെ വന്ന സമയത്താണ് ഇങ്ങനൊരു ഐഡിയ തോന്നിയത്. ഞങ്ങൾ കേരളത്തിലും പുറത്തും പല ഓഫ് റോഡ് ഇവൻറ്റ്സ് നടത്തിയിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അതിലൊന്നും നമുക്ക് ഇല്ലാത്തൊരു ഫാക്ടറാണ് ബീച്ച്. ബീച്ച് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു മെയിൻ ഫാക്ടറുമാണ്. ഈ രണ്ട് കാരണം കൊണ്ടും തുമ്പ സെലക്ട് ചെയ്യാനുള്ള കാരണം ഇവിടെ മറ്റേ ശംഖുമുഖം പോലെ അത്രയും ക്രൗഡഡ് ഏരിയ അല്ല. ഇതിന് തന്നെയായിട്ടുള്ള സ്പെക്ടേറ്റേഴ്സാണ് വരുന്നത്. ഷോറാണ്. പിന്നെ എല്ലാവർക്കും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും എസ്റ്റേറ്റിൻ്റെ അകത്തും അല്ലെങ്കിൽ അതുപോലുള്ള ടെറൈൻസ്, മാൻ മെയ്ഡ് ടെറൈൻസ് കുറവാണ്. എല്ലാം നാച്ചുറൽ ടെറൈൻസ് ഷേപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ സാൻഡ് തന്നെയാണ് ഫുൾ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. നിന്നുകൊണ്ടിരിക്കുന്നത് 4x4 ഗോൾഡൻ ബീച്ച് റാലി നടക്കുന്ന വേദിയാണിത്. ഇവിടെ ഇപ്പം ഓരോരോ വണ്ടികളായിട്ട് ഈ റൈഡിംഗ് പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വണ്ടി ഇവിടെ മണ്ണിൽ പൂണ്ടുപോയിരിക്കുകയാണ്. ഇത് പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പറ്റിയത്? ടെൻഷനായോ? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്? അല്ല, ഓഫ് റോഡിനെ പോകാറുള്ള. ഇവിടെ നിന്നാണ്? കോട്ടയം. ഒരു റേസ് മത്സരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, രണ്ട് ഫാക്ടേഴ്സാണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന് ഉപയോഗിക്കുന്ന വണ്ടി. ഇവിടെ ഇപ്പോൾ 4 വീൽ ഡ്രൈവ് വെഹിക്കിൾസാണ് ഉപയോഗിക്കുന്നത്.
മറ്റൊന്നെന്ന് പറയുന്നത് ഇവിടുത്തെ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ഡ്രൈവേഴ്സാണ്. ഡ്രൈവേഴ്സിൻ്റെ സ്കില്ല് പോലെയായിരിക്കും ഇന്നത്തെ മത്സരത്തിൻ്റെ വിധിയും വരാൻ പോകുന്നത്. നമുക്ക് ഇവിടുത്തെ ഡ്രൈവേഴ്സിനെയും വെഹിക്കിൾസിനെയും പരിചയപ്പെടാം. എന്താണ് ഇത്തരത്തിലൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഗെയിം ഇവിടെ വലിയ താല്പര്യമുണ്ടായി, അങ്ങനെ ഇവിടെ ഗൾഫിൽ നിന്ന് മതിയാക്കി വന്നപ്പോൾ എടുത്തതാണ്. അത് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. Other than this, we have been doing off-roading in the local estates and all that. So we are like hardcore off-roading. അഡ്വഞ്ചറസ് സ്പോർട്സിലേക്ക് ഇറങ്ങി തിരിച്ച ആളുകളാണ്. ഓക്കെ, ഇത് റോഡ് ഡ്രൈവിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണ് ബീച്ച് ഡ്രൈവ് എന്ന് പറയുമ്പോൾ. സോ വെഹിക്കിളിന് എന്തൊക്കെയാണ് Modification regarding the suspension, regarding the engine, the tire, and even the way you drive is totally different. ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള വെഹിക്കിളാണ്, മറ്റ് വണ്ടികളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. സോ ഇതിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത്? എന്താണ് റൈഡിനുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x4 ആയതുകൊണ്ട് നമ്മൾ ഇറക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട്? ഒരിക്കൽ പങ്കെടുത്തിട്ടുണ്ട്. സാധാരണ ഒരു ബീച്ച് റാലി എന്ന് പറയുമ്പോൾ ജീപ്പ്, ജിപ്സി അങ്ങനത്തെ വെഹിക്കിൾസാണ് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ആണെങ്കിൽ കൂടെ ഫോർച്യൂണർ പോലെയുള്ള വെഹിക്കിൾസ് ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ തന്നെയാണിത്. നമുക്കൊരു ഫോർച്യൂണറിനെ പരിചയപ്പെടാം. ഹായ് ചേട്ടാ. ശ്യാം. സോ ഫോർച്യൂണർ എന്ന് പറഞ്ഞൊരു ലക്ഷറിയസ് വെഹിക്കിളാണ്. സോ ഇത്തരം വെഹിക്കിൾ ഇങ്ങനത്തെ ഒരു ബീച്ച് റാലി കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളൊരു ക്രൈസിന്റെ പുറത്ത് ഇറങ്ങുന്നതാണ്. വളരെയധികം കോമ്പറ്റേറ്റീവ് സ്പിരിറ്റോടെ ഇവിടെ മത്സരിക്കാൻ എത്തിയിരിക്കുന്ന ഒരു ഫാമിലിയാണ്. ഇത് ഫുൾ ഫാമിലിയാണ് വന്നിട്ടുണ്ട്. നമുക്ക് ഫാമിലി പരിചയപ്പെടാം. എല്ലാവരും ഞങ്ങൾ മിക്കവാറും എല്ലാ ഇവന്റിനും പോകാറുണ്ട്. ഇങ്ങനെ ഒരു സീ ഷോറിലുള്ളത് ആദ്യമായിട്ടാണ്, ബീച്ച് റേസ് ആദ്യമായിട്ടാണ്. ഏകദേശം 20ഓളം വണ്ടികളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഒരുപാട് വണ്ടികൾ എത്തിച്ചേരാനുണ്ട്. വിവിധ തരത്തിലുള്ള ജീപ്പുകൾ, വില്ലിസ്, ക്ലാസിക്, പജേറോ, ഫോർച്യൂണർ, തരത്തിലുള്ള പലതരം ഓഫ് റോഡ് വെഹിക്കിൾസും അല്ലാത്ത വെഹിക്കിൾസും ഇവിടെ എത്തിയിട്ടുണ്ട്. കാണികളാണെങ്കിൽ ഈ വെയിലൊന്നും കണക്കാക്കാതെ ഇടിച്ചു കൂടുകയാണ്. വളരെ ആവേശത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഡ്രൈവേഴ്സ് എല്ലാം ലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. മത്സരത്തിന് തൊട്ട് മുമ്പായി നടക്കുന്ന ഒരു ടെസ്റ്റ് ഡ്രൈവ് ആണിത്. ട്രാക്ക് തിരിച്ചു വരുന്ന മത്സരാർത്ഥികളാണ് ഇവരൊക്കെ. മത്സരം പ്യൂർലി ടൈമിംഗ് അനുസരിച്ചായിരിക്കും. ഒരു വണ്ടി എവിടെയെങ്കിലും പോൾ തട്ടുകയാണെങ്കിൽ 10 സെക്കൻഡ് പെനാൽറ്റി ഉണ്ട്. പിന്നെ 10-15 സെക്കൻഡ്സിൽ കൂടുതൽ ഒരു വണ്ടി സ്റ്റക്ക് ആവുകയാണെങ്കിൽ, മൊമെൻറ്റം ഇല്ലാതെ സ്റ്റക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. പുറകിൽ നിൽക്കുന്ന വണ്ടി നമ്പർ 4 ആണ്. ലോട്ട് നമ്പർ 1 കിട്ടിയ വണ്ടിയാണിത്. സോ ഇപ്പം ട്രാക്കിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ വണ്ടിയുടെ ടയർ ഊരിപ്പോയിരിക്കുകയാണ്. സോ ഇതൊരു ഫാമിലിയാണ് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ഒട്ടും തന്നെ ആ കോമ്പറ്റീഷൻ സ്പിരിറ്റ് വിടാതെ അവർ ടയർ മാറ്റി ഇതിനുള്ള നെക്സ്റ്റ് പ്രിപ്പറേഷൻസ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.